പശ്ചിമേഷ്യയിൽ നിന്നും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അങ്ങേയറ്റം അനിശ്ചിതത്വം നിറഞ്ഞതാണ്. ഒരു ഭാഗത്ത് ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചു എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ അതേസമയം തന്നെ ഹോർമൂസിലെ ഉപരോധം പഴയതുപോലെ തന്നെ തുടരുകയാണ്. ഒപ്പം ഇറാൻ മുൻപോട്ട് വെച്ച രണ്ടാമത്തെ സമാധാന കരാർ അതൊരു കാരണവശാലും അമേരിക്കയ്ക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും സൈനിക നടപടി ഉണ്ടായേക്കാം എന്നും അമേരിക്ക പറയുന്നു. വാസ്തവത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ വൈരുദ്ധ്യാത്മകമായ നിലപാട് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത് ഇപ്പോഴും പലർക്കും മനസ്സിലാകുന്നില്ല. എന്നാൽ അമേരിക്കൻ കോൺഗ്രസിനെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളാണ് ഇത് എന്ന് വ്യാഖ്യാനിക്കുന്നവരാണ് അധികവും. കാരണം അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ അമേരിക്കൻ പ്രസിഡന്റിന് ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യുവാൻ 60 ദിവസത്തെ കാലാവധിയാണ് ഭരണഘടന അനുശാസിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ നിയമപരമായി ആ സമയം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ട്രംപിന് കൃത്യമായൊരു തീരുമാനമെടുത്തേ പറ്റൂ. അതിനാൽ അമേരിക്കൻ പ്രതിനിധി സഭയെ യുദ്ധം അവസാനിച്ചതായി ഔദ്യോഗികമായി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ തൊട്ടടുത്ത നിമിഷം ഇറാന്റെ നിർദ്ദേശങ്ങളെ തള്ളിക്കളയുകയും ഏതു നിമിഷവും സൈനിക നടപടി പ്രതീക്ഷിക്കാം എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്യുമ്പോൾ ട്രംപ് പുറകിലേക്കില്ല, തൽക്കാലം പ്രതിനിധി സഭയെ ശാന്തമാക്കുക എന്നുള്ള നിലപാടായി മാത്രമേ ഇതിനെ കാണുവാൻ കഴിയൂ എന്ന് വേണം നമുക്ക് കരുതുവാൻ. പക്ഷേ ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കയുമായി വീണ്ടും യുദ്ധം ആരംഭിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെ യുദ്ധം തുടങ്ങിയാലും അമേരിക്കയുടെ ഏത് തരത്തിലുള്ള ആക്രമണങ്ങളെയും നേരിടുവാൻ ഇറാൻ പൂർണ്ണ സജ്ജമായി തന്നെയാണ് നിലകൊള്ളുന്നത് എന്നും അവർ പ്രഖ്യാപിച്ചു. പക്ഷേ ഈ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ അമേരിക്ക വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. കുടിവെള്ളത്തിന് പോലും അമേരിക്കയിൽ വില കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കടക്കണിയിലേക്കാണ് രാജ്യം കൂപ്പുകുത്തുവാൻ തുടങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിച്ചേ പറ്റൂ, ഇല്ലായെങ്കിൽ വലിയ വില അമേരിക്ക കൊടുക്കേണ്ടി വരും. പിന്മാറുവാൻ കഴിയാത്ത വിധം ഹോർമൂസിൽ അമേരിക്ക കുടുങ്ങിപ്പോകുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇവിടെ ട്രംപിന്റെ മുൻപിലുള്ള പ്രധാനപ്പെട്ട ചില വഴികൾ, ഒന്ന് സൈനിക നടപടികൾ നിർത്തിവെച്ച് ലോക സമാധാനം ഉറപ്പാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇത്രയും നാൾ ഇസ്രായേൽ ഫസ്റ്റ് എന്ന നിലപാടുമായി മുൻപോട്ട് നീങ്ങിയ ട്രംപ് അവിടെ നിന്ന് പിന്തിരിയുവാൻ തയ്യാറായാൽ ഇസ്രായേൽ ലോബി അതിനെ ശക്തമായി എതിർക്കും. അതുകൊണ്ട് തന്നെ തൽക്കാലം അവരെ പിണക്കുക എന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. അടുത്തത് പരാജയപ്പെടുവാൻ സാധ്യതയുള്ള ഈ ഉപരോധവുമായി മുൻപോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ഇറാനെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടുക. ഇറാൻ തകരും എന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ തിരിച്ചടിച്ചാൽ അത് ഗൾഫിലെ എണ്ണ ഉൽപ്പാദനത്തെ പൂർണ്ണമായി തകർക്കും. ഇത് ലോകത്തിന് തന്നെ വൻ ദുരന്തമായി മാറും. ഇപ്പോൾ തന്നെ അമേരിക്കയിലെ പ്രതിനിധി സഭ ട്രംപിനോട് പറയുന്നത് ഇറാനിലെ ആണവ നിലയങ്ങൾ ബോംബിടുന്നത് അത് വലിയ തെറ്റാണ്, അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ്. രാജ്യത്ത് ഇപ്പോൾ തന്നെ ഒട്ടനവധി പ്രതിസന്ധികളുണ്ട്. നമ്മൾ നമ്മുടെ രാജ്യത്തെ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വിദേശ രാജ്യങ്ങളുടെ കാര്യത്തിൽ അമിത താല്പര്യവും സ്വന്തം രാജ്യത്തെ കാര്യങ്ങളിൽ അറിവില്ലായ്മയുമാണ് നമ്മുടെ ഭരണ നേതൃത്വത്തിന് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യമായ പുനരാലോചന ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ കഴിച്ചിട്ടിറക്കുവാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പുവാനും വയ്യ എന്ന അവസ്ഥയിലേക്ക് ട്രംപ് ഭരണകൂടം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അനധിവിദൂര ഭാവിയിൽ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട വലിയ പ്രശ്നം നാളുകൾക്ക് മുമ്പേ വിളിച്ചു വരുത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട റിസൾട്ട്. അതായത് തകർന്ന് തരിപ്പണമാകുവാൻ പോകുന്ന പെട്രോ ഡോളർ എന്ന വ്യവസായം തന്നെ. കാര്യങ്ങൾ ആ വഴിയിലേക്ക് വളരെ വിദഗ്ധമായി ചൈന തള്ളി നീക്കിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ട അമേരിക്ക ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ചൈനയ്ക്കുമേൽ 100% ടാരിഫ് ചുമത്തും എന്ന് കഴിഞ്ഞ ദിവസം ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിന് ചൈന നൽകിയ മറുപടി വെറും 3 വാക്കുകളിലായിരുന്നു: വി ഡോണ്ട് കെയർ. അതായത് ഞങ്ങൾക്കതിൽ ഒരു പരിഭവമില്ല എന്നുള്ളതായിരുന്നു. രണ്ടാമതായി ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസം ആദ്യമായി ഒരു ജാപ്പനീസ് ടാങ്കർ പേർഷ്യൻ ഗൾഫിലെ ഹോർമൂസ് കടലിടുക്ക് കടന്നു. തുടർന്നവർ ഇറാന്റെ തുറമുഖത്തു നിന്നും എണ്ണ സംഭരിച്ചു. അതിനുശേഷം ഇറാൻ അവർ പണം നൽകിയത് അമേരിക്കൻ ഡോളറിലായിരുന്നില്ല, മറിച്ച് ചൈനീസ് യുവാനിലായിരുന്നു. അടുത്ത പ്രധാനപ്പെട്ട സംഭവം അമേരിക്കയുടെ കടൽ ഉപരോധത്തെ പൂർണ്ണമായും മറികടന്നുകൊണ്ട് റെയിൽവേ വഴി ഇറാൻ ചൈനയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്നതായി വാൾ സ്ട്രീറ്റ് ജേണൽ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. ഇതിന് മുഖാന്തരമായി മാറിയത് കാസ്പിയൻ കടലിടുക്കിലൂടെയുള്ള ഇറാന്റെ തന്ത്രപ്രധാനമായ ഗതാഗത മേഖലയാണ്. ചൈന, ജപ്പാൻ, ഇറാൻ ഈ 3 രാജ്യങ്ങളുടെ 3 നടപടികൾ നമ്മുടെ മുൻപിലേക്ക് ഒരൊറ്റ ചിത്രമാണ് കൊണ്ടുവന്നു വെക്കുന്നത്. ഔദ്യോഗിക പ്രസ്താവനകളോ സൈനിക ബ്രീഫിങ്ങുകളോ ഒരിക്കലും തുറന്നു പറയാത്ത അധികാരത്തിന്റെ പുതിയൊരു സത്യമാണത്. ഹോർമൂസ് കടലിടുക്കിനെ നിയന്ത്രിക്കുവാൻ അമേരിക്ക 60 ദിവസവും $20 ബില്യൺ ഇതിനോടകം ചിലവാക്കിയെങ്കിലും ഇന്നും ആ പാത നിയന്ത്രിക്കുന്നത് മറ്റൊരു രാജ്യം തന്നെയാണ്, അതായത് ഇറാൻ തന്നെയാണ്. അമേരിക്കയുടെ ഏറ്റവും ശക്തമായ സാമ്പത്തിക ഭീഷണിയോട് ചൈന നടത്തിയ വി ഡോണ്ട് കെയർ, ഞങ്ങൾക്ക് ഒരു പരിഭവമില്ല എന്നുള്ള പ്രതികരണം വളരെ ഗൗരവതരമായി തന്നെ കാണേണ്ടതാണ്.
അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇറാന്റെ വരുമാനം ഇല്ലാതെയാക്കി അവരെ സാമ്പത്തികമായി തകർക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഇറാന്റെ ഏറ്റവും വലിയ ഉപഭോക്താവായ ചൈന അമേരിക്കൻ ഭീഷണി അവഗണിച്ച് ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരുമ്പോൾ അമേരിക്കൻ ഉപരോധത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ തകർന്നു തരിപ്പണമായി. ഇവിടെ അമേരിക്കൻ സാമ്പത്തിക സമ്മർദ്ദത്തിന് വഴങ്ങണോ എന്ന് ചിന്തിക്കുന്ന ലോകത്തിലെ മറ്റു ചെറിയ രാജ്യങ്ങളുണ്ട്. അവർക്ക് ചൈന ചില സന്ദേശങ്ങളാണ് നൽകുന്നത്. അതായത് പാണ്ഡൻ നായുടെ പല്ലിൻ ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നുള്ളത് തന്നെ. അമേരിക്കയുടെ സാമ്പത്തിക ഭീഷണികൾക്ക് പഴയ ശക്തി ഇപ്പോൾ ഇല്ല എന്നുള്ളത് ചൈന ലോകത്തോട് തുറന്നു പറയുകയാണ്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും അമേരിക്കയുടെ ഏറ്റവും അടുത്ത പങ്കാളിയുമായ ജപ്പാൻ ഇറാന് യുവാനിൽ പണം നൽകിയത് വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ്. 1974 മുതൽ ലോകത്തിലെ എണ്ണ വ്യാപാരം ഡോളറിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്രോ ഡോളർ സിസ്റ്റം. ഓരോ തവണയും ഒരു രാജ്യം ഡോളറിന് പകരം യുവാൻ ഉപയോഗിക്കുമ്പോൾ അമേരിക്കൻ സാമ്പത്തിക മേധാവിത്വത്തിന്റെ അടിത്തറയാണ് ഇളകുന്നത്. ഹോർമൂസ് കടലിടുക്ക് ഒരു യുവാൻ ചെക്ക് പോയിന്റായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് റെയിൽവേ വഴി ഇറാൻ കടത്തിയ എണ്ണ ടാങ്കറുകൾ. അത് ചൂണ്ടിക്കാട്ടുന്നത് ഹോർമൂസിലെ അമേരിക്കയുടെ ഉപരോധം പ്രസക്തമല്ലാതെയായിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. കടൽ വഴിയുള്ള പാതകൾ തടയുവാൻ അമേരിക്കൻ നാവികസേനയ്ക്ക് ഒരുപക്ഷെ സാധിച്ചേക്കാം. എന്നാൽ കരമാർഗമുള്ള റെയിൽവേ ശൃംഖലയെ തടുക്കുവാൻ അവർക്ക് കഴിയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാനിലെ എണ്ണപ്പാടങ്ങളിൽ നിന്നും സെൻട്രൽ ഏഷ്യ വഴി ചൈനയിലെ റിഫൈനറികളിലേക്ക് നേരിട്ട് എണ്ണ എത്തുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ വലിയ അളവിൽ ബാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ഇറാനിൽ മുൻപോട്ട് നീങ്ങുന്നു. അമേരിക്കയുടെ ഉപരോധം ഒരു വെള്ളം ഒഴുകിപ്പോകുന്ന പൈപ്പിലെ തടസ്സം പോലെയാണെങ്കിൽ വെള്ളം ഇപ്പോൾ മറ്റു പല വഴികളിലൂടെ ഒഴുകുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇതിന്റെ ആഘാതം സാധാരണക്കാരെ എങ്ങനെ ബാധിക്കും എന്നതാണ് നാം നോക്കിക്കാണേണ്ടത്. ഇത് കേവലം ഭൗമരാഷ്ട്രീയ തർക്കമല്ല. ആഗോള വിപണിയിൽ ഡോളറിന്റെ ആവശ്യം കുറയുമ്പോൾ അത് അമേരിക്കയിലെ പലിശ നിരക്കുകളെയും സാധനങ്ങളുടെ വിലയെയും സാരമായി ബാധിക്കും. ഉപരോധം മറികടന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ചൈനയിലെത്തുമ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വില കുറയുകയും അത് ആഗോള വിപണിയിലെ മത്സരത്തെ സ്വാധീനിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ അമേരിക്ക $20 ബില്യൺ ചെലവാക്കി ഒരു ഉപരോധം നിർമ്മിച്ചു. എന്നാൽ ചൈനയും ഇറാനും ചേർന്ന് അതിനു ചുറ്റും ഒരു ബദൽ സംവിധാനം പടുത്തുയർത്തി. അതോടെ അമേരിക്കയുടെ ഉപരോധം 8 നിലയിൽ പൊട്ടി. അമേരിക്ക ഇപ്പോഴും വിജയഭേരി മുഴക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ നിയന്ത്രണം പുതിയൊരു വ്യവസ്ഥിതിയുടെ കൈകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത്. ഇതിനിടയിൽ ഇതേ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. മിഡിൽ ഈസ്റ്റിൽ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. അത് മിസൈൽ ആക്രമണമോ ഉപരോധമോ നയതന്ത്ര ഉച്ചകോടിയോ അല്ല, മറിച്ച് ഇറാന്റെ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ ആസ്തി അല്ലെങ്കിൽ സ്ട്രാറ്റജിക് അസറ്റ് അത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതും യുദ്ധകളത്തിലല്ല, ചർച്ചാമുറിയിൽ നഷ്ടപ്പെട്ടുപോയി. അമേരിക്കയോടും ലോകരാജ്യങ്ങളോടും നയതന്ത്ര തലത്തിൽ വളരെ ഫലപ്രദമായി സംസാരിച്ച് മികവ് തെളിയിക്കുവാൻ കഴിവുണ്ടായിരുന്ന ഇറാന്റെ മുഹമ്മദ് ജവാദ് സരീഫിനെ പോലെയുള്ള ഡീൽ മേക്കർമാരുടെ അഭാവം ഇപ്പോൾ ഇറാനെ വല്ലാതെ തളർത്തിയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിന് വേണ്ടിയാണ് ചൈന കാത്തിരുന്നത്. ഇപ്പോൾ ഇറാനെ തങ്ങളുടെ വരുതിയിലാക്കുവാനുള്ള നീക്കങ്ങൾ ചൈന ആരംഭിച്ചു കഴിഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ മാറിയത്? ഒരു കാലത്ത് ഉപരോധങ്ങൾക്കിടയിലും ലോകശക്തികളുമായി സംസാരിക്കുവാനും 2015 ആണവ കരാർ പോലെയുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ഇറാന് കഴിഞ്ഞിരുന്നു. അതിന്റെ പിൻപിൽ നിലകൊണ്ടത് സരീഫിനെ പോലെയുള്ള കഴിവുള്ള നയതന്ത്രജ്ഞരായിരുന്നു. എന്നാൽ ഇന്ന് ഇറാന്റെ വിദേശ നയം തീവ്രവാദ നിലപാടുകളുള്ളവരുടെ കയ്യിലാണ്. അവർക്ക് നിലപാടുകൾ വ്യക്തമാക്കുവാൻ അറിയാം, പക്ഷേ വിട്ടുവീഴ്ചകൾ ചെയ്യുവാനോ ക്രിയാത്മകമായ രീതിയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനോ അറിയില്ല എന്നുള്ളതാണ്. ഈ നയതന്ത്ര ശൂന്യതയെയാണ് ചൈന മുതലെടുക്കുന്നത്. ചൈനയുടെ കണക്കുകൂട്ടലുകൾ ഞാൻ പറയാം. ചൈനയും ഇറാനും തമ്മിൽ 25 വർഷത്തെ സഹകരണ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും ചൈന ഇതുവരെ ഇറാനിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തിയിട്ടില്ല. ഇതിന് പിൻപിൽ കൃത്യമായ ചില കാരണങ്ങളുണ്ട്. അതിലൊന്ന് ആശ്രിതത്വം അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി. ഇറാൻ പൂർണ്ണമായും തങ്ങളെ ആശ്രയിക്കുന്ന ഒരവസ്ഥയ്ക്കായി ചൈന കാലങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% ചൈനയിലേക്കാണ്. ഇറാന്റെ എണ്ണ വേണ്ട എന്ന് ചൈന കൂടി തീരുമാനിച്ചാൽ അതോടുകൂടി ഇറാൻ ഇല്ലാതെയാവും. പക്ഷേ ചൈന അത് ചെയ്യില്ല. പകരം ഇറാനിയൻ വിപണിയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ വാരി നിറയ്ക്കുകയാണവർ. ഇറാന്റെ എണ്ണയും റോഡുകളും ചൈനയ്ക്ക് ആവശ്യമാണ്. അതിനായി ഇറാനിൽ വലിയ തകർച്ചയുണ്ടാകാതെ ചൈന നോക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ സ്വന്തം നിലയിൽ ശക്തരാകാനോ പാശ്ചാത്യ രാജ്യങ്ങളുമായി കരാറുകളിൽ ഏർപ്പെടുവാനോ ചൈന ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പാശ്ചാത്യ നിയമങ്ങളില്ലാതെയും പാശ്ചാത്യ പിന്തുണകളില്ലാതെയും ഒരു രാജ്യത്തിന് അതിജീവിക്കാം എന്ന് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു പരീക്ഷണശാലയായി ചൈന ഇപ്പോൾ ഇറാനെ ഉപയോഗിക്കുകയാണ്. അമേരിക്കൻ ഉപരോധങ്ങൾ ഇറാനെ തളർത്തുമെന്ന് വാഷിംഗ്ടൺ കരുതി. എന്നാൽ ചൈന നൽകുന്ന സാമ്പത്തിക സഹായം അത് ഭീമമായ പണമല്ല, മറിച്ച് നിലനിൽപ്പിനുള്ള സാഹചര്യം അതുള്ളതുകൊണ്ട് ഇറാൻ വീഴാതെ പിടിച്ചു നിൽക്കുകയാണ്. ഇവിടെയായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പരാജയം വാസ്തവത്തിൽ സംഭവിച്ചത്.
ഇസ്രായേൽ നടത്തുന്ന സൈനിക നീക്കങ്ങളും ശാസ്ത്രജ്ഞരുടെ കൊലപാതകങ്ങളും ഇറാനെ ആണവ പദ്ധതികളിൽ നിന്നും പിന്തിരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പകരം അത് ഇറാനിലെ തീവ്ര നിലപാടുകാർക്ക് കൂടുതൽ കരുത്തു പകരുവാനുള്ള ഒരവസരമാക്കി മാറ്റി. ചുരുക്കത്തിൽ കാര്യങ്ങളെ എങ്ങനെ സംഗ്രഹിക്കാം? ചൈന ഇപ്പോൾ ഇറാന്റെ ഒരു പങ്കാളിയല്ല, മറിച്ച് ഒരു മാനേജറുടെ റോളിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധം ചെയ്യാതെ തന്നെ വിജയിക്കുക എന്ന സുൻസുവിൻ്റെ തന്ത്രമാണ് ചൈന ഇവിടെ പയറ്റുന്നത്. അമേരിക്ക ഉപരോധങ്ങളിലൂടെയും സൈനിക നീക്കങ്ങളിലൂടെയും ഊർജം കളഞ്ഞു കുളിക്കുമ്പോൾ ചൈന നിശബ്ദമായി ഇറാനെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിയന്ത്രിക്കുകയാണ്. ഇറാന്റെ ഭാവി നിർണ്ണയിക്കുവാനുള്ള ശേഷി അവർക്ക് നഷ്ടപ്പെട്ടോ അതോ ഇപ്പോഴും അവർക്ക് സ്വന്തം വഴി കണ്ടെത്തുവാൻ കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയുന്ന നയതന്ത്രജ്ഞരുടെ അഭാവം ഇറാനെ ഒരു ചൈനീസ് ആശ്രിത രാജ്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ കെണിയിൽ നിന്നും ഇനി അവർക്ക് രക്ഷപ്പെടുവാൻ കഴിയുമോ എന്നുള്ള കാര്യവും കണ്ടറിയണം.